നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ ലെറ്റ്സ് സേ നമുക്കൊരു 100 കസ്റ്റമർ ഉണ്ട്, നിലവിൽ 100 കസ്റ്റമർ ഉണ്ട്. നമ്മളുടെ പ്രൊഡക്റ്റിന്റെ പ്രൈസ് 10,000 രൂപയാണ് എന്നിരിക്കട്ടെ. 10,000 രൂപയാണ് നമ്മുടെ പ്രൈസ്. വിച്ച് മീൻസ് റവന്യൂ എന്ന് പറയുന്നത് 10 ലക്ഷം രൂപ. നമ്മുടെ ടേൺ ഓവർ 10 ലക്ഷം രൂപയാണ് ടേൺ ഓവർ. മാർജിൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റ് 20% ആണ് എന്നിരിക്കട്ടെ, വിച്ച് ഈസ് 2 lakhs. ഒരു സിനാരിയോ, 100 കസ്റ്റമർ ഉണ്ട്, നമ്പർ ഓഫ് കസ്റ്റമർ 100, പ്രൈസ് 10,000. നമ്മൾ എന്ത് ചെയ്തു? വില ഇരട്ടിപ്പിച്ചു. 10,000 എന്നുള്ളത് 20,000 രൂപയാക്കി. നിങ്ങൾ പറഞ്ഞ പോലെ 40% പേര് പോയി, 40% പോയി, 60 കസ്റ്റമറായിട്ട് ചുരുങ്ങി. ഇപ്പൊ 60 പേര് എത്ര മേടിക്കാൻ തുടങ്ങി? 20,000 രൂപയ്ക്ക് മേടിക്കാൻ തുടങ്ങി. ഇപ്പം റവന്യൂ എത്രയായി? 12 lakhs. പ്രൈസ് ഇരട്ടിപ്പിച്ചു, ലാഭവും ഇരട്ടിയായി, വിച്ച് ഈസ് 40%. എത്രയാണ്? 4.8 lakhs. വില കൂട്ടിയപ്പോൾ ആ വാർഡ്രോബിൻ്റെ അകത്തിരുന്ന ആവശ്യമില്ലാത്ത 40 അവന്മാർ പോയി, ആവശ്യമുള്ളവർ മാത്രം നിന്നു, 60 ചുരുങ്ങി. നേരെ പ്രോഫിറ്റ് എത്രയായി മാറി? നോക്കിക്കേ, 40% ചീപ്പ് കസ്റ്റമറെ ഇറക്കി വിട്ട സമയത്ത് എന്തൊക്കെ സംഭവിച്ചു? പ്രൈസ് നമുക്ക് ഡബിൾ ആക്കാൻ പറ്റി. ഈ പ്രൈസ് ഡബിൾ ആക്കിയത് മൊത്തം ലാഭം എടുക്കാനല്ല, കസ്റ്റമർക്ക് നല്ല എക്സ്പീരിയൻസ് കൊടുക്കാൻ നമ്മൾ ഉപയോഗിച്ചു. ഇന്ന് ഈ പ്രോഗ്രാം 5,000 രൂപയാണ് എന്നിരിക്കട്ടെ. ഈ 5,000 രൂപയ്ക്ക് ഞാൻ ഇരുത്തുന്ന ഹാള് AC ഉണ്ടാവത്തില്ല, ഒരു വിശറി തരും. ഓക്കെ, ഇതൊന്നും ഉണ്ടാവത്തില്ല, ഒരു പ്രൊജക്ടർ വെക്കും. ഇതൊന്നും ഉണ്ടാകത്തില്ല, ഒരു റൈറ്റിംഗ് ബോർഡ് ഉണ്ടാവും. ഓരോന്ന് കഴിയുമ്പോൾ ഞാൻ വന്ന് നിന്ന് മായ്ക്കും. വില കൂട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു? എണ്ണം കുറഞ്ഞു, പക്ഷെ ലാഭം എന്തായി മാറി? 20% കൂടി. പ്രോഫിറ്റോ 140% മോർ പ്രോഫിറ്റ്. ഒറ്റ കാര്യം ചെയ്തോളൂ, പുതിയൊരു കസ്റ്റമർ പോലും വന്നില്ല, നിലവിലുള്ള കുറെ അവന്മാരെ പറഞ്ഞു വിട്ടു, വില ഇരട്ടിപ്പിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? കസ്റ്റമർക്ക് എക്സ്പീരിയൻസ് കൂട്ടി, കൂടുതൽ വാല്യൂ കൊടുത്തു, കൂടുതൽ നല്ല സർവീസ് കൊടുത്തു. നിങ്ങളുടെ നിലവിലെ കസ്റ്റമേഴ്സിന് വാല്യൂ കൂടുതൽ കൊടുത്താൽ കൂടുതൽ സന്തോഷമാകുന്ന എത്ര പേരുണ്ട് നിങ്ങളുടെ കൂടെ? പ്രൈസ് ഒരു പ്രശ്നമല്ല അവർക്ക്, അതിന് ഇക്വലന്റ് ആയിട്ട് വാല്യൂ കൂടുതൽ കൊടുത്താൽ ഹാപ്പി ആകുന്ന കസ്റ്റമേഴ്സ് എത്ര പേർക്കുണ്ട്? നിങ്ങൾ പേടിക്കുന്നത് മുഴുവൻ ഈ ഇറങ്ങിപ്പോകുന്ന 40 അവന്മാരെയാണ്. ആ ഡോറ് തുറക്കുമ്പോൾ താഴെ വീഴുന്ന ആ അവന്മാരെയാണ് നിങ്ങൾ പേടിക്കുന്നത്. ഇവൻ ഇവിടെ നിൽക്കുന്നത് തന്നെ എന്തുകൊണ്ടാണ്? നമ്മളുടെ പ്രൈസ് കണ്ടിട്ട് മാത്രമാണ്. എന്ന് നമ്മളെക്കാൾ വില കുറച്ച് 5 രൂപ കുറച്ച് ഒരുത്തം കൊടുക്കുന്ന അന്ന് ഇവൻ ഇറങ്ങിപ്പോവും. ആണോ ഡോക്ടറെ? അന്ന് ഇവൻ പോവും. എന്തിന്? ഇവനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ അനുഭവിക്കുന്നു. ആ അവനെ തൃപ്തിപ്പെടുത്താൻ എപ്പോ വേണമെങ്കിലും മറ്റൊരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോവാന്ന് ഇവളെ തീറ്റിപ്പോട്ടേണ്ട കാര്യം നമുക്കെന്താ? മറ്റൊരുത്തൻ വരുന്നിടം വരെ മാത്രം താൽക്കാലികമായിട്ട് നമ്മുടെ കൂടെ നിൽക്കുക, നമ്മളെ നശിപ്പിച്ചുകൊണ്ട്. അങ്ങനെ ഒരാളെ നിങ്ങളുടെ പാർട്ട്ണറായിട്ട് നിങ്ങൾ കൂട്ടുവോ? ജീവിതത്തിൽ കൂട്ടുവോ? പിന്നെ എന്തിന് ബിസിനസ്? എണ്ണം കുറയും തോറും നമ്മുടെ സ്ട്രെസ് കുറയും. കസ്റ്റമർ എണ്ണം 100-ൽ നിന്ന് 60 നമ്മളൊന്ന് ശ്വാസം വിടും. ആണോ? 60 പേരുടെ കാര്യം നോക്കിയാൽ മതി. ഇനി സ്ട്രെസ് കുറഞ്ഞു. ഈ 60 പേരെ നോക്കാൻ ഇത്രയും ടീമിന്റെ ആവശ്യമില്ല. ടീം കുറഞ്ഞു, ചെലവ് കുറഞ്ഞു, കൂടുതൽ കാശ്. അതാണ് പ്രീമിയം ബിസിനസ് മോഡൽ. നിങ്ങൾക്കിനി വേണ്ടത് കൂടുതൽ കസ്റ്റമേഴ്സിനെ അല്ല, നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് കൂട്ടുക എന്നുള്ളതല്ല. നിങ്ങൾക്ക് വേണ്ടത് ബെറ്റർ കസ്റ്റമേഴ്സ്, നോട്ട് ബിഗർ കസ്റ്റമേഴ്സ്, ബെറ്റർ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന്റെ എണ്ണം കൂട്ടുക എന്നുള്ളതല്ല. നിങ്ങൾക്ക് ആ ഭയം വേണ്ട. അതിനെന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പ്രീമിയം കസ്റ്റമേഴ്സിനെ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനെ 4 തിരിക്കാൻ പറ്റും. ഒന്നാമത്തതാണ് ചീപ്പ് കസ്റ്റമർ. ചീപ്പ്
എന്തു കൊടുത്താലും തൃപ്തിപ്പെടുത്താൻ പറ്റാത്ത കാലന്മാർ, ചീപ്പ്. ചീപ്പ്. രണ്ടാമതാണ് ഡിഫിക്കൽട്ട് കസ്റ്റമർ. എന്തു കൊടുത്താലും ഇവര് 50 പൈസ കുറച്ച് കിട്ടിയാൽ അവിടെ പോകും, അതാണ് ചീപ്പ്. മറ്റൊരുത്തിന് 50 പൈസ കുറച്ചാൽ അവിടെ പോകും. ഇവനോ എന്തു കൊടുത്താലും തൃപ്തിപ്പെടുത്താൻ പറ്റില്ല, പരാതി 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 പരാതി. ഡിഫിക്കൽട്ട്. ഊണിലും ഉറക്കത്തിലും നമ്മളെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോൾ അവൻ വിളിച്ചാലും നമ്മൾ ഫോൺ എടുക്കണം. പൈസയാണെങ്കിൽ ഒട്ട് തരത്തുമില്ല, അലട്ടിക്കൊണ്ടിരിക്കുന്ന കസ്റ്റമർ ഉണ്ടോ? ചീപ്പ് ഉണ്ടോ? ചീപ്പ് കസ്റ്റമർ ഉള്ള ആർക്കൊക്കെയാ? ഡിഫിക്കൽട്ട് കസ്റ്റമർ ആർക്കൊക്കെ ഉണ്ട്? മൂന്നാമത്തതാണ് എഡ്യൂക്കേറ്റഡ് കസ്റ്റമർ. എഡ്യൂക്കേറ്റഡ്, അറിവുള്ള കസ്റ്റമർ. വിദ്യാഭ്യാസമല്ല, നമ്മൾ വിൽക്കുന്ന പ്രൊഡക്റ്റിനെ കുറിച്ചും സർവീസിനെ കുറിച്ചും അറിവുള്ള കസ്റ്റമർ. ഇപ്പം ഇവിടെ ഇരിക്കുന്ന ബിൽഡിംഗ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ആർക്കിടെക്ട്സ്, എഞ്ചിനീയേഴ്സ്, കോൺട്രാക്ടേഴ്സ്, ലേബർ, മേസൺ, ഇവർക്കൊക്കെ എന്താ നമ്മൾ വിൽക്കുന്ന പ്രൊഡക്റ്റിനെ കുറിച്ചും ക്വാളിറ്റിയെ കുറിച്ചും അറിവുള്ളവരാണ്. അതാണ് എഡ്യൂക്കേറ്റഡ് കസ്റ്റമർ. വിദ്യാഭ്യാസ യോഗ്യതയല്ലേ? അടുത്തതാണ് പ്രീമിയം കസ്റ്റമർ. ഇവർക്ക് പ്രൈസ് ഒരു പ്രശ്നമേ അല്ല, ദേ വാണ്ട് ദ ബെസ്റ്റ്. അപ്പൊ 1 ചീപ്പ്, 2 ഡിഫിക്കൽട്ട്, 3 എഡ്യൂക്കേറ്റഡ്, 4 പ്രീമിയം. ഇവനെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളുടെ വാല്യൂ പറഞ്ഞ് വിൽക്കാൻ ഇവൻ്റെ അടുത്ത് നടക്കത്തില്ല. കാരണം ഇവൻ ഒരൊറ്റ കാര്യമുള്ളൂ, ലോവസ്റ്റ് പ്രൈസ്. ഇവനോട് വാല്യൂ പറഞ്ഞിട്ടോ ക്വാളിറ്റി പറഞ്ഞിട്ടോ എന്താ കാര്യം? ഈ ഡിഫിക്കൽട്ട് എന്നും നമുക്ക് തലവേദനയാണ്. ഇവൻ ഉണ്ടെങ്കിലുള്ള പ്രശ്നം, ബിസിനസ് കിട്ടുമായിരിക്കും, ലാഭം ഉണ്ടാകുമായിരിക്കും, പക്ഷേ ഇവൻ നമുക്കൊരിക്കലും ലൈഫ് തരില്ല, സ്വസ്ഥത തരില്ല, എന്നും സ്ട്രെസ് ആയിരിക്കും. അതാണ് ഇവന്റെ പ്രശ്നം. എഡ്യൂക്കേറ്റഡിന്റെ പ്രത്യേകത എന്താ? ഇവനോട് വാല്യൂ പറഞ്ഞാൽ മനസ്സിലാവും, ക്വാളിറ്റി പറഞ്ഞാൽ മനസ്സിലാവും. ഇവൻ എന്താണ്? ഇവന് വേണ്ടതേ ബെസ്റ്റാണ്. ബെസ്റ്റിന് താഴെയുള്ള ഒന്നും ഇവന് വേണ്ട. അതാണ് പ്രീമിയത്തിന്റെ പ്രത്യേകത. അപ്പോ നിങ്ങൾ ഈ വാല്യൂ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ഇവരെ നോക്കുകയേ ചെയ്യരുത്. കാരണം ഇവർക്ക് മനസ്സിലാവില്ല എന്താണ് വാല്യൂ എന്ന്. വാല്യൂ പറയുന്നത് ആരുടെ അടുത്തായിരിക്കണം? എഡ്യൂക്കേറ്റഡ് ആൻഡ് പ്രീമിയം കസ്റ്റമർ അടുത്ത്. കാരണം പ്രീമിയം കസ്റ്റമേഴ്സിന് മറ്റൊരു പേരുണ്ട്, എഴുതിക്കോ, ഇമോഷണൽ കസ്റ്റമർ. ഇമോഷണൽ കസ്റ്റമർ, ദേ നീഡ് ദ ബെസ്റ്റ്. ഈ ടീമിന് ഒരു പ്രത്യേകതയുണ്ട്. ദാ ഇങ്ങോട്ട് നോക്കിക്കേ, ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. ഇവരെ കണ്ടെത്താൻ ഭയങ്കര എളുപ്പമാണ്. ഈ പ്രീമിയം ആൻഡ് എഡ്യൂക്കേറ്റഡ്, ഈ സൈഡിലുള്ളവരെ കാണാൻ ഭയങ്കര എളുപ്പമാണ്. ഇവന്മാരെ കണ്ടെത്താൻ അങ്ങനെ പറ്റത്തില്ല. കാരണം ഇവന്മാര് സമൂഹത്തിൽ 89% യുവന്മാരാ ചീപ്പ് ആൻഡ് ഡിഫിക്കൽട്ട്. അതുകൊണ്ട് തന്നെ ഏത് മാർക്കറ്റിൽ ചെന്നാലും ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കും. ഇവന്മാരെ കണ്ടെത്താൻ പാടാ. അതേസമയം ഇവരെന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ 11% ഉള്ളൂ. അപ്പം ഇവരെ നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത.